ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് G-Starന്റെ 5.1 ഡോൾബി DTS ഡീകോഡറിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഹൈ ക്വാളിറ്റി 32-ബിറ്റ് ഓഡിയോ DSP വിത്ത് ബാസ് മാനേജ്മെന്റ്. അതായത് ഇതില് DSP ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല നോയ്സ് ഉണ്ടാവില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് ആയിരിക്കും. സാധാരണ വരുന്ന അങ്ങനത്തെ ഡീകോഡറിലൊന്നും DSP ഉണ്ടാവാറില്ല. അപ്പൊ ഇതില് DSP ഉണ്ട്. ചില റിമോട്ട് കിറ്റുകളിലൊക്കെ ഞാൻ DSP കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു USB നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എൻകോഡർ ഉണ്ട്, നമുക്ക് ഓഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺട്രോള്. നമുക്ക് ശരിക്കും റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഒരു യൂണിറ്റ് ഉപയോഗിക്കുക നല്ലത്. ഇതുപോലുള്ള ഒരു പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാ മാനുവൽ ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് അതിലേക്ക് ഔട്ട് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിക്കുക നല്ലത്. ഏറ്റവും നല്ലത് അതാണ്. കാരണം വെച്ചാൽ റിമോട്ട് കിറ്റ് ഒന്നും സക്സസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുക, പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഇതിന്റെ ഇൻപുട്ടുകളൊക്കെ നമുക്ക് നോക്കാം. അതിൽ കോയാക്സിൽ ഇൻപുട്ട് 2 വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് 2 വരുന്നുണ്ട്, ARC ഇൻപുട്ട് 1 വരുന്നത്. പിന്നെ ഇതിൽ കാണുന്ന വയർ റേഡിയോന്റെ ആന്റിനാന്റെ വയർ, റേഡിയോ ഉണ്ട് ഇതില്. പിന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അതായത് 6 ചാനല് അനലോഗ് ഔട്ട്പുട്ട്, സബ്, സെന്റർ, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ 6 ഔട്ട് ഇതിൽ അനലോഗ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ മാനുവൽ ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാം. നമുക്കിത് ഇപ്പൊ വരുന്ന LED ടിവികളിൽ, പിന്നെ ആൻഡ്രോയിഡ് ബോക്സിൽ അതിലൊന്നും അനലോഗ് ഔട്ട്പുട്ട് 5.1 ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് അതിൽ കിട്ടുമെന്നെങ്കിൽ HDMI ഔട്ട്, അല്ലെങ്കിൽ കിട്ടുന്നത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, അതുപോലുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ടുകളാണ് കിട്ടുക. അതിനെ നമുക്ക് അനലോഗ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു യൂണിറ്റ്, പ്രീ ആംപ്ലിഫയർ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ ഉള്ളതാണ് ഒരു 2.5 ആംപിയർ 12 വോൾട്ട് വരുന്ന അഡാപ്റ്റർ. അത് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ G-Starന്റെ തന്നെ നല്ലൊരു റിമോട്ടാണ്. അവരെ G-Starന്റെ പേരെന്നെ G-Star തന്നെ എഴുതിയിട്ടുള്ള നല്ലൊരു റിമോട്ടുമാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൽ കോയാക്സിൽ നമുക്ക് HDMI അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഉള്ള നല്ലൊരു റിമോട്ട് ആണ് ഇതിൽ പിന്നെ കൂടെ കിട്ടുന്നത്. G-Star ഇറക്കിയിട്ടുള്ള ആ റിമോട്ട് കിറ്റ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ അവർ വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അവർ ആ റിമോട്ട് കിറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ചെറുതായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് റിമോട്ട് കിറ്റ് ഇല്ലാത്ത ആംപ്ലിഫയർ ചെയ്തിട്ട് ഇതുപോലുള്ള ഡീകോഡറുകൾ ഉപയോഗിച്ച് നമുക്ക് ഡീകോഡ് ചെയ്യാം നല്ല ഡിജിറ്റൽ സിഗ്നലിനെ. എന്നാൽ ആ ആംപ്ലിഫയറിന് നല്ല വർക്കിംഗ് ഉണ്ടാവും. ഞാനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് കിറ്റുള്ള ആംപ്ലിഫയർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടോടത്തോളം അത് സക്സസ് അല്ല, ഈ റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ. റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ചെയ്തത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പല റിമോട്ട് കിറ്റുകൾ വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ചെയ്തു, ഞാൻ അതിൽ സോങ് കേട്ടിട്ടുണ്ട്, സിനിമ കണ്ടു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ഈ മാനുവലിൽ കേൾക്കുന്ന ആ ഒരു സുഖം നമുക്ക് റിമോട്ട് കിറ്റ് വെച്ച് ചെയ്ത ആംപ്ലിഫയറിൽ ഒരിക്കലും കിട്ടില്ല. അതായത് എന്റെ ഒരു കേൾവിയിലാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് കമന്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്, എന്താടാ നിനക്ക് ഇതിന്റെ ഫുള്ള് ഒന്നും പറയാത്തതെന്ന്. അപ്പൊ ഷോർട്ടിൽ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു 60 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട്, ഫുൾ വീഡിയോ ഞാൻ ഇതിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. അതൊന്നും കേൾക്കാൻ സമയമില്ലാണ്ട് തന്നെ കമന്റ് അടിച്ചിട്ട് അങ്ങ് പോവന്നെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.